ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കുടിവെള്ളം, ഭവന നിർമ്മാണം, ആരോഗ്യം, കൃഷി, വിദ്യാഭ്യാസം, ഭിന്നശേഷിക്കാർ, മത്സ്യമേഖല, വയോജനങ്ങൾ, പട്ടികജാതി വിഭാഗം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകി താനൂർ നഗരസഭയുടെ ബജറ്റ്. വൈസ് ചെയർപേഴ്സൺ CK സുബൈദിയാണ് താനൂർ മുനിസിപ്പൽ ഭരണസമിതിയുടെ അവസാനത്തെ ബജറ്റ് ഇന്നലെ അവതരിപ്പിച്ചത്. അഞ്ചാമത്തെ ബജറ്റാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. താനൂർ നഗരസഭയുടെ 2025-26 വർഷത്തിൽ 75,98,161,165 രൂപയെ വരവും 72,43,46,975 രൂപ ചെലവും 3,64,94,190 രൂപ മിച്ചവുമായിട്ടാണ് ഞാൻ ഈ ബജറ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. നഗരസഭ ആകുന്നതിന് മുമ്പ് താനൂർ ഗ്രാമപഞ്ചായത്ത് ആകുമ്പോൾ, അതേപോലെ തന്നെ കഴിഞ്ഞ പ്രഥമ നഗരസഭയിലും പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ താനൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റിയും നഗരസഭയുടെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചും മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ബഹുമാന്യനായ MP ഡോക്ടർ അബ്ദുൽ സമദ് സർദാർ സാഹിബിന്റെയും താനൂർ MLA മന്ത്രി കൂടിയായിട്ടുള്ള ഇബ്രാഹിം അവരുടെയും ഫണ്ടുകൾ നഗരസഭയ്ക്ക് ലഭിച്ചു വരുന്നുണ്ട്. ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും അടിസ്ഥാന വിഷയങ്ങളായ കൃഷി, മത്സ്യബന്ധനം, വിദ്യാഭ്യാസം, പട്ടികജാതി വിഭാഗക്കാരുടെ ഉന്നമനം, വനിതകളുടെയും കുട്ടികളുടെയും ഉന്നമനം, മാലിന്യ സംസ്കരണം, ഭിന്നശേഷിക്കാരുടെ ഉന്നമനം, ഗതാഗത മേഖല, കുടിവെള്ളം എന്നീ മേഖലയ്ക്കെല്ലാം ബജറ്റിൽ വിഹിതം മാറ്റിവെച്ചിട്ടുണ്ട്. 75,41,41,165 രൂപ വരവും 72,43,46,975 രൂപ ചിലവും 3,54,94,190 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. 5.96 കോടി റോഡുകളുടെ നിർമ്മാണത്തിനും നവീകരണത്തിനുമായി വകയിരുത്തിയിട്ടുണ്ട്. 2.10 കോടി രൂപ ഭവന പദ്ധതിക്കായി നീക്കിവെച്ചിട്ടുണ്ട്. 82 ലക്ഷം രൂപ ഭവന നവീകരണത്തിനുണ്ട്. 66.08 കോടി രൂപ കാർഷിക മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. മത്സ്യമേഖലയ്ക്ക് 15 ലക്ഷം ഉൾപ്പെടെ വിവിധ മേഖലകൾക്ക് തുകകൾ നീക്കിവെച്ചു. ചെയർമാൻ റഷീർ മോര്യ അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി, നിർവഹണ ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. താനൂർ കുടിവെള്ള പദ്ധതിയുമായി ചേർന്ന് നഗരസഭ അമൃത പദ്ധതിയിലൂടെ 22,500 വീടുകളിലേക്ക് കുടിവെള്ള കണക്ഷൻ നൽകും. വിവിധ കേന്ദ്രങ്ങളിൽ വാട്ടർ കിയോസ്കുകൾ സ്ഥാപിക്കും. മുൻമന്ത്രിയും ദീർഘകാലം താനൂർ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കൗൺസിൽ ഉപാധ്യക്ഷനുമായിരുന്ന മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് K കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിന്റെ ഓർമ്മക്കായി നഗരസഭ പഠന കേന്ദ്രം ആരംഭിക്കും. 3 മേഖലകളിൽ വലത്തുന്നൽ കേന്ദ്രങ്ങൾ നിർമ്മിക്കും. ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ VKM ഇബ്നു മൗലവി ബഡ്സ് സ്പെഷ്യൽ സ്കൂളിന്റെ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കും. ജില്ലയിലെ ഏറ്റവും മികച്ച ബഡ്സ് സ്കൂളാക്കി ഇതിനെ മാറ്റുകയാണ് ലക്ഷ്യം. കൃത്യമായ സർവേ നടത്തി സമഗ്രമായ ഭിന്നശേഷി രജിസ്റ്റർ തയ്യാറാക്കും. വയോജനങ്ങൾക്കായി ഉല്ലാസയാത്രയും വയോജന സംഗമവും വയോജന പാർക്കും സംഘടിപ്പിക്കും. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കും പട്ടികജാതി വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ നൽകും. ലഹരിക്കെതിരെ ജനകീയ പോരാട്ടം എന്ന ശീർഷകത്തിൽ ജനകീയ ക്യാമ്പയിൻ നടത്തും. ക്യാമ്പയിന് പോലീസ്, എക്സൈസ് എന്നിവരുടെ സഹകരണം ഉറപ്പാക്കും. ന്യൂസ് ഡെസ്ക് 20 TV.